നൈതികതയുടെ ഒരാലംബത്തിലേക്ക് കടന്നുപോകാൻ സാധിക്കണം. ഈ നൈതികത ഭൗതിക പ്രമത്തതയുടെയും ആത്മീയതയുടെയും ഇടക്കുള്ള ഒരു പാലമായിരിക്കണം. ഭൗതിക പ്രമത്തത പരിഹാരമല്ല, ആത്മീയ ഒളിച്ചോട്ടവും പരിഹാരമല്ല. ആത്മീയതയുടെ ഗുണങ്ങൾ എടുക്കണം, പക്ഷെ വിൽപ്പനച്ചരക്കാകുന്ന ആത്മീയതയുടെ തിന്മകളെ നിരാകരിക്കണം. ഭൗതികതയെ ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായി കൈവടിയാൻ സാധിക്കില്ല. ഈ ലോകമാണ് ഭൗതിക ലോകം. ഇവിടെ തന്നെയാണ് ജീവിതം, ഇവിടെയാണ് അന്നം, ഇവിടെയാണ് ഉടുവസ്ത്രം, ഇവിടെയാണ് പാർപ്പിടം, ഇതാണ് ഭൂമി, ഈ വാനം, ഈ വായു, ഈ കടൽ, ഈ കര, ഈ പൂന്തോപ്പ്, ഈ പൂമ്പാറ്റ, ഈ നക്ഷത്രങ്ങൾ, ഈ ഭൗതിക മണ്ഡലം. ഈ ഭൗതിക മണ്ഡലത്തിന്റെ നന്മകളെ ആവാഹിക്കുക, എന്നിട്ട് ശരീരത്തിനകത്ത് കിടക്കുന്ന ആത്മാവിന്റെ പ്രകാശത്തെ പ്രാപിക്കുക. അങ്ങനെ ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ, ഭൗതിക നന്മകളുടെ, ആത്മീയ സത്യങ്ങളുടെ നടുക്ക് പാലം കെട്ടുക. അങ്ങനെ മതത്തിന് യുക്തിബോധം